ഹലോ. 2025 നടക്കുന്ന കാര്യങ്ങൾ 2013 പുറത്തിറങ്ങിയ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടണ്ട. അങ്ങനെ ഒരു സിനിമയുണ്ട്, ഹെർ. 2013 പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് ഹെർ എന്ന് പറയുന്നത്. അതിൽ കാണിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഒരു ബ്രേക്കപ്പിനെയും അതുപോലെ തൻ്റെ എഴുത്തിനെയൊക്കെ, ബ്രേക്കപ്പിനെ തരണം ചെയ്യാനും തൻ്റെ എഴുത്തിനെ പരിപോഷിക്കാനൊക്കെ വേണ്ടിയിട്ട് നായകൻ ഒരു എന്റെ സഹായം തേടുകയാണ് കേട്ടോ. അങ്ങനെ എന്റെ സഹായം തേടി അവസാനം എയുമായിട്ട് പ്രണയത്തിലാകുന്ന ഒരു സിനിമയാണത്. ഈ 2013 പുറത്തിറങ്ങിയ ഹെർ എന്ന് പറയുന്ന പടം കാണിക്കുന്നത് 2025 എന്ന് വെച്ചാൽ 2013 ഇറങ്ങിയെന്ന് വിചാരിച്ചാലും 2025 കഥ നടക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സമയത്താണ് ആ കഥ നടക്കുന്നത്. ഇപ്പോൾ അത് ആ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് എന്താ ഇതെന്ന് തോന്നുമെങ്കിലും ഇപ്പോൾ ഒരു റഷ്യൻ യുവതി എയിലെ ആളുമായിട്ട് പ്രണയത്തിലായി, ഇനി വേറൊരാൾ വേണ്ടാന്ന് പറഞ്ഞ് ജീവിക്കുന്നു. നമ്മുടെ നാട്ടിലെല്ലാം കുറേ ആളുകൾ തൻ്റെ സാങ്കല്പിക കഥാപാത്രങ്ങളുമായി പ്രണയത്തിലാകുന്നു എന്നുള്ള ന്യൂസുകളൊക്കെ നമുക്ക് കാണാം അല്ലേ. അന്ന് ആ സിനിമ കാണുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമോ? ഇത്രയ്ക്കും ഒരാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ഉള്ള രീതിയിൽ വലുതാവോ എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നോക്കൂല്ലേ, കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അത് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉപരിയായി വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് ഹെർ എന്ന് പറയുന്നത്. അതിലേറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഈ കഥാനായകരും ഈ എയും തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. ഒറ്റയ്ക്കുള്ള ആളും തകളൊന്നും ഇല്ലാത്ത പടമാണ് കേട്ടോ. വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് കാണാൻ പറ്റുന്ന, നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന ഒരു സുന്ദരമായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. നല്ല രസമാണ് കേട്ടുകൊണ്ടിരിക്കാൻ. എന്ന് വെച്ചാൽ ഒരാളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ആർന്നാർന്ന ഒരാളുടെ ബന്ധം ഇങ്ങനെ പോകുന്നതൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുതകൾക്കൊക്കെ ഉപരിയായിട്ട് നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് നമ്മുടെ മനസ്സ് തുറന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഹെർ എന്നുള്ളത് കേട്ടോ. ബൈ.